ഇപ്പോൾ കേരളത്തിലെ പ്രധാന ചർച്ചാ വിഷയം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ തുറക്കുമോ എന്നാണ്. അങ്ങനെ ഒരു വിവാദം ഉണ്ടാകുന്നുണ്ടല്ലോ. ഇത് ഒരു ക്ഷേത്രമാണ്. അതിൻ്റെ ക്ഷേത്ര ആചാരങ്ങൾ നിലനിൽക്കണം. അതിപ്പം തുറക്കുക തുറക്കരുത് എന്നൊക്കെ വെളിയിൽ നിന്നുള്ള ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും അത് തുറക്കണമെന്ന് തന്നെ ആർക്കും പറയാനൊന്നും കഴിയത്തില്ല. കാരണം ക്ഷേത്രത്തിനൊരു തന്ത്രിയുണ്ട്. തന്ത്രി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ആളാണ്. ആ ക്ഷേത്രത്തിൻ്റെ ഒരു കാര്യങ്ങൾ മുഴുവൻ കൊണ്ടുപോകുന്ന ആളാണ്. അവിടെ നടത്തുന്ന പൂജാവിധി ക്രമങ്ങളും ഒക്കെ തീർച്ചപ്പെടുത്തുന്ന തന്ത്രിയാണ്. അതുപോലെ ഈ ക്ഷേത്രത്തിന് കൊട്ടാരവുമായി ബന്ധമുള്ളതാണ്. അപ്പോൾ കൊട്ടാരവും ഇതിനകത്ത് തീർപ്പ് കൽപ്പിക്കണം. അപ്പോൾ തന്ത്രിയും കൊട്ടാരവും ഇതിനകത്ത് പറയണം. ഇപ്പം അതിനകത്ത് ഈ ക്ഷേത്ര ഉപദേശക സമിതിയുണ്ട്. പിന്നെ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം രൂപീകൃതമായിട്ടുള്ള ഭരണസമിതിയുടെയും സംയുക്ത സമിതിയിലാണ് ഇങ്ങനെ ഈ ബി നിലവറയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടാകും. തുറക്കണമെന്നുള്ള ചർച്ച വന്നിരിക്കുന്നത്. അപ്പം ഭരണസമിതിയിലെ സർക്കാർ പ്രതിനിധിയുണ്ട്. അഡ്വക്കേറ്റ് എ വേലപ്പൻ നായർ നിലവറ തുറന്ന് പരിശോധിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. അതിൽ ഭരണസമിതിക്ക് തീരുമാനം കൈക്കൊള്ളാമെന്ന് നേരത്തെ സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. അതിൽ ഭരണസമിതിയിലെ കൊട്ടാരം പ്രതിനിധിയും ഉണ്ട്. അപ്പൊ കൊട്ടാരം പ്രതിനിധിയുടെ പിന്നെ തന്ത്രിയുമുണ്ട്. അപ്പൊ ഇവർ പങ്കെടുക്കാതിരുന്നതിനാലും കൊട്ടാരം പ്രതിനിധി ഈ നിർദ്ദേശത്തോട് യോജിക്കുന്നുമില്ല. അവരൊരിക്കലും ഇത് അനുവദിക്കത്തില്ല. അവരുടെ എതിർപ്പ് ഒക്കെ തന്നെ നിലനിൽക്കുന്നത് കൊണ്ടാണ് അത് തുറക്കാതെ നിർത്തിയിരിക്കുന്നത്. അല്ല, ഇതിന് പിന്നിൽ എന്ന് ഗൂഢ ലക്ഷ്യമുള്ളത് പോലെ തോന്നുന്നില്ലേ? കാരണം കുറച്ച് നാളുകളായി തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളിൽ നിറയുകയാണ്. അവിടെ സ്വർണം കാണാതാകുന്നു, അതോടൊപ്പം തന്നെ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു ഉദ്യോഗസ്ഥന്റെ കയ്യിലിരുന്ന് തോക്ക് തന്നെ വെടിപൊട്ടുന്നു. എന്താണ് ഈ വാർത്തകൾ നിറയാനുള്ള കാരണം? അതെ, ഇതിനകത്ത് വാർത്ത നിറയുന്നത് ചോദിച്ചാൽ എന്താണ്, ലക്ഷം കോടിയല്ലേ അതിനകത്ത് ഇരിക്കുന്ന നിധിശേഖരം എന്ന് പറയുന്നത്. ഒരുപക്ഷെ ലോകത്ത് തന്നെ ഇത്രയും നിധിശേഖരമുള്ള ഒരു ക്ഷേത്രം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല, ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് ഈ ചെറിയ കാര്യങ്ങൾ പോലും വലിയ വാർത്തയായിട്ട് മാറുമെന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, വലിയ സുരക്ഷയിലാണ് ശ്രീപത്മനാഭനെ ഭക്തർക്ക് ദർശിക്കാൻ കഴിയുന്നത് തന്നെ. അതിൻ്റെതായ ചില ചിട്ടകളും അനുസരിച്ചാണ്. അപ്പോൾ ഒന്നാമത് ഈ വിലമതിക്കാനാവാത്ത തരത്തിലുള്ള അപൂർവ ശേഖരങ്ങളുള്ള ബി നിലവറ പലവിധ കാരണങ്ങളാലാണ് അന്ന് മറ്റു നിലവറകൾ തുറന്ന് പരിശോധിക്കാതിരുന്നത്. അന്നത്തെ ആ മറ്റു നിലവറകൾ തന്നെ തുറന്ന് പരിശോധിച്ചവരൊക്കെ പോലും അവരുടെ നില തെറ്റിപ്പോയി എന്നാണ് പറഞ്ഞത്. ഇതൊക്കെ കണ്ട ഈ ശരപ്പൊളിമാലയും എത്രയോ നീളത്തിലും കിലോ കണക്കിനും ഒക്കെയുള്ള, അത് നമ്മുടെ കെ ജയകുമാർ IAS അദ്ദേഹമായിരുന്നല്ലോ അതിൻ്റെ കണക്ക് എടുക്കുന്നതിലൊക്കെ ഉള്ള പ്രധാനി. അദ്ദേഹം തന്നെ അത് പിന്നെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ ഏതാണ്ട് വിറങ്ങലിച്ച് നിൽക്കുകയാണ് ഇതെല്ലാം കൂടെ കണ്ട്. അപ്പോൾ ബി നിലവറയുടെ കാര്യം കൂടെ തന്നെ അത് മാറ്റിവെച്ചത് ഒരു കണക്കിന് നന്നായി. കാരണം അത് ഇതിനേക്കാളൊക്കെ 10 മടങ്ങ് ശേഖരം അതിനകത്തുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ പലർക്കും ഇതിനകത്തുണ്ടാകുന്ന ചില സംശയങ്ങൾ എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് കൊട്ടാരം ഇതിനകത്ത് വിയോജിപ്പ് പ്രകടിപ്പിച്ച് നിൽക്കുന്നത് എന്നുള്ളത്. അതിന് പലതരത്തിലുള്ള കഥകളും കാര്യങ്ങളും ഒക്കെ പലരും പറയുന്നുണ്ട്. അതൊക്കെ എത്ര സത്യസന്ധമാണെന്ന് നമുക്ക് അറിയത്തില്ല. ഇതിനകത്ത് അതായത് തുറന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ മറ്റു നിലവറകളൊക്കെ പരിശോധിച്ചത് 2011 ശ്രീകോവിലിന് വടക്ക് വശത്ത് സരസ്വതി കോണിലുള്ള നിലവറ ഏറെക്കുറെ ശൂന്യമാണെന്നാണ് ഒരു നിഗമനം. മറ്റ് 2 അറകളെക്കുറിച്ചും അത്ര കൃത്യമായിട്ടൊന്നും അറിവില്ല. അതുപോലെ ബി നിലവറയെ പറ്റി നിരവധി വിശ്വാസങ്ങൾ. ഇത് തുറന്നു കഴിഞ്ഞാൽ കടൽ വെള്ളം ഇവിടേക്ക് കയറുമെന്നും ഈ അറയിൽ വലിയ തുരങ്കമുണ്ടെന്നും നിധിശേഖരത്തിന് നാഗങ്ങളുടെ കാവലുണ്ടെന്നുമാണ് വിശ്വാസം. അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചില ആചാരപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ തുറക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കും. അതാണ് ഞാൻ പറഞ്ഞത്,
തന്ത്രി ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. തന്ത്രിയുടെ പൂർണ്ണ അനുമതി കൂടി ഇതിനകത്തുണ്ടാകണം. കാരണം ക്ഷേത്രപരമായിട്ടുള്ള പൂജാവിധി കാര്യങ്ങളെ, അവിടെ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളെ എല്ലാം തീർച്ചപ്പെടുത്തുന്നത് തന്ത്രിയാണല്ലോ. ഇപ്പൊ നമുക്കറിയാം, ശബരിമലയിൽ യുവതി പ്രവേശിച്ച് കഴിഞ്ഞ സമയത്ത് തന്ത്രിയാണ് പറഞ്ഞത് ശ്രീകോവിൽ നട അടച്ചിട്ട് ഇനി ശുദ്ധിക്രിയകൾ നടത്തിയതിന് ശേഷം പൂജാവിധി തുടർന്നാൽ മതി, ഭക്തർക്ക് ദർശനം കൊടുത്താൽ മതി എന്ന്. അങ്ങനെ അത് തന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ്. അപ്പൊ തന്ത്രിയാണ് ക്ഷേത്ര കാര്യങ്ങളുടെ മുഴുവൻ സംരക്ഷകനായിട്ട് നിൽക്കുന്നത്. അല്ല, പക്ഷെ കേരളത്തിൽ ഇപ്പോൾ കണ്ടുവരുന്നത് ഭരണാധികാരികളാണ് ഈ ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട എല്ലാ ആചാരങ്ങളും തീരുമാനിക്കുന്നതും ഹിന്ദു മതത്തിലാണ് ഈ നവോത്ഥാനം നടപ്പിലാക്കാൻ അവർ ആഗ്രഹിക്കുന്നത്. അതെ, ഭരണാധികാരികളുടെ ഒരു കടന്നുകയറ്റമുണ്ട്. പ്രത്യേകിച്ച് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഈ ശേഖരം പുറത്തെത്തിക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ടല്ലോ പലതവണ. അതെ, അതൊക്കെ എത്ര സുരക്ഷിതമായിട്ട് എത്തുമെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. വല്ലാത്തൊരു പുറത്തെത്തിച്ച് മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക, അല്ലെങ്കിൽ മ്യൂസിയത്തിൽ വയ്ക്കുക, ഇങ്ങനെ പല കാര്യം എത്രത്തോളം സുരക്ഷിതമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുള്ളതാണ്. ഇനി ഇതിനകത്ത് ഈ പണ്ട് മുതൽ തന്നെ ഈ നിലവറയ്ക്കകത്ത് നിഗൂഢതകൾ ഏറെ നിൽക്കുന്നുണ്ട്. അതിനകത്ത് 5000 വർഷത്തിലധികം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറ യഥാർത്ഥത്തിൽ നിഗൂഢതകൾ ഒരുപാടുണ്ട്. ഇതിനൊപ്പമുള്ള മറ്റ് 4 നിലവറകളും സുപ്രീം കോടതിയുടെ നിർദ്ദേശാനുസരണമാണ് തുറന്ന് പരിശോധിച്ചത്. പിന്നെ ഈ ക്ഷേത്രത്തിലെ നിധിശേഖരത്തിന് ഏകദേശം 1 ലക്ഷം കോടി രൂപയോളം വില മതിക്കുന്നുവെന്നാണ് കരുതുന്നത്. 4 നിലവറകളിലായി സൂക്ഷിച്ചിരിക്കുന്ന ഈ നിധിയിൽ സ്വർണമുണ്ട്, രത്നങ്ങളുണ്ട്, സ്വർണ പ്രതിമകളുണ്ട്, സ്വർണ്ണാഭരണങ്ങൾ തുടങ്ങിയ പലതരം വിലപിടിപ്പുള്ള വസ്തുക്കളുണ്ട്. ഇതിൽ ബി നിലവറയിലെ നിധിക്ക് ഏറ്റവും കൂടുതൽ മൂല്യമുണ്ടെന്ന് കരുതുന്നു. ചില വിശ്വാസങ്ങളുടെ പേരിലാണ് ഈ അറ മുഖ്യമായും തുറക്കാതിരിക്കുന്നതെങ്കിലും രാജകുടുംബത്തിന് ഈ നീക്കത്തിനോട് അത്ര താല്പര്യം ഇല്ല. തന്ത്രി എന്തായാലും രാജകുടുംബം പറയുന്നത് അനുസരിച്ച് തന്നെ ആയിരിക്കും നിൽക്കുക. അപ്പൊ തന്ത്രിയും രാജകുടുംബവും ഇതില് വിയോജിപ്പിൽ തന്നെ നിൽക്കും. ഈ സംയുക്ത സമിതിയുടെ തീരുമാനത്തിനോട് യോജിക്കത്തില്ല. അങ്ങനെ വരുമ്പോൾ ബി നിലവറ വീണ്ടും കോടതിയിൽ പോകാം, ഇവർക്ക് തുറക്കുന്നത് നിർത്തിവെക്കാം, അങ്ങനെയുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറ്റം നടത്താം. ഇപ്പൊ അങ്ങനെ ഈ ഒരു സംഭവം ഉണ്ടായി. അതായത് അന്ന് മറ്റ് നിലവറകൾ തുറന്നതിനോടൊപ്പം തുറക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അന്ന് ആ സമിതിയിലുണ്ടായിരുന്ന ഇത് തുറന്നു കഴിഞ്ഞ ചില അനിഷ്ടങ്ങൾ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് തന്നെയാണ് ഈ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആരുടെയോ ഒരാളുടെ കാല് മുറിഞ്ഞ് രക്തം ഒക്കെ വരികയൊക്കെ ചെയ്തു, അതിനുവേണ്ടി വാദിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആള്. അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ചിലർ കാണുന്നു. അങ്ങനെയൊക്കെ സംഭവിക്കും. അത് വലിയ അനിഷ്ടമായിരിക്കും സംഭവിക്കുക. അത് തിരുവനന്തപുരത്തിന് തന്നെ വലിയൊരു നാശത്തിലേക്ക് പോകുന്ന രീതിയിലായിരിക്കും എന്നൊക്കെയാണ് ഇവരുടെ അഭിപ്രായം. അതുകൊണ്ട് പിന്നീട് പലരും അതിൽ നിന്നൊരു പിന്മാറ്റം നടത്തി എന്നുള്ളത്. കാരണം അവിശ്വാസികളാണ് എന്ന് നമുക്കറിയത്തില്ല അങ്ങനെ വാദിക്കുന്നത്. പക്ഷെ എന്നാലും അവർക്കൊരു ഇക്കാര്യത്തിലൊരു വിശ്വാസം ഉണ്ടാകുകയും ചെയ്യുന്നു. കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചത് കൊണ്ട്. അതുകൊണ്ട് ബി നിലവറ എനിക്ക് തോന്നുന്നു അങ്ങനെ പെട്ടെന്നൊന്നും തുറക്കില്ല. അത് വളരെ അനിശ്ചിതമായിട്ട് ഇത് ഇപ്പോഴത്തെ സ്ഥിതി തുടരാനാണ് സാധ്യത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.